പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രാവും പാമ്പും ഇന്നത്തെ സുവിശേഷത്തിൻ്റെ ഹൈലൈറ്റ്സ് ആയിട്ട് കർത്താവ് കാണിച്ചു തരുന്ന രണ്ട് കാര്യങ്ങളാണ് പ്രാവും പാമ്പും. നിങ്ങൾ സർപ്പങ്ങളെപ്പോലെ വിവേകികളും പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരുമായിരിക്കും. പീഡിപ്പിക്കപ്പെടുന്നൊരു സഭയ്ക്ക് വേണ്ടി വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതി വെച്ച സുവിശേഷമാണ്. അതിനകത്ത് വ്യക്തമായിട്ട കാര്യം പറഞ്ഞു കൊടുക്കുന്നത് ഈ പീഡനങ്ങൾ നടക്കുമ്പോൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളത്. പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരായിരിക്കാനായിട്ട് കർത്താവ് ഓർമ്മപ്പെടുത്തിയിട്ട് ആ സുവിശേഷത്തിൻ്റെ അവസാനം പറയുന്നുണ്ട്, നിങ്ങൾ ഒരു പട്ടണത്തിൽ അവർ നിങ്ങളെ പീഡിപ്പിക്കുമ്പോൾ മറ്റൊന്നിലേക്ക് ഓടിപ്പോകുവിൻ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യപുത്രൻ്റെ ആഗമനത്തിന് മുൻപ് നിങ്ങൾ ഇസ്രായേലിലെ പട്ടണങ്ങളെല്ലാം ഇങ്ങനെ ഓടിപ്പൂർത്തിയാക്കുകയില്ല. പ്രാവുമായി ബന്ധപ്പെട്ടതാണ് ഈ ഓടിപ്പോക്ക്. നിഷ്കളങ്കരായിരിക്കാനായിട്ടുള്ള ഓർമ്മപ്പെടുത്തൽ. പ്രാവിനെ ഒന്ന് നോക്കി അറിയാൻ പറ്റും. വളരെ കാതരമായിട്ടുള്ള മിഴികളോടുകൂടി നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു 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 പക്ഷി. അതിൻ്റെ കൂട്ടിൽ ചെന്ന് അതിൻ്റെ മുട്ടയെടുക്കാൻ നോക്കിയാൽ, അതായത് അതിനെ ഉപദ്രവിക്കാൻ നോക്കിയാൽ, അത് ചെയ്യാൻ പോകുന്ന ഒറ്റ കാര്യമുള്ളൂ, പറന്നു പോവും. പിന്നീട് ഒരിക്കലും ആ കൂട്ടിലേക്ക് അത് തിരിച്ചു വരില്ല. ഇതേ കാര്യമാണ് കർത്താവ് പറയുന്നത്, പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരായിരിക്കുക. തിരിച്ചുപദ്രവിക്കാനായിട്ടല്ല ഓർമ്മപ്പെടുത്തൽ, നേരെ മറിച്ച് പിന്നെ ആ പീഡനങ്ങളിൽ പിടിച്ചു നിൽക്കാനായിട്ടുള്ള ശക്തിക്ക് വേണ്ടിയിട്ടാണ്, ശക്തി കൊടുക്കാനായിട്ടാണ് മത്തായി ശ്ലീഹ ഈ ഒരു സുവിശേഷം എഴുതുന്നത്. അപ്പോൾ ആ സമയത്ത് പറയണത്, നിങ്ങൾ ഓടിപ്പോ. ഒന്നാമത്തെ വായനയിൽ കർത്താവ് പറയുന്നത് പോലെ, ഇസ്രായേലിന് ഞാൻ തുഷാര ബിന്ദു പോലെയായിരിക്കും, ലില്ലി പോലെ അവൻ പുഷ്പിക്കും, ഇലവ് പോലെ അവൻ വേരുറപ്പിക്കും, അവൻ്റെ ശാഖകൾ പടർന്നു പന്തലിക്കും, അവന് ഒലിവിൻ്റെ മനോഹാരിതയും ലബനോൻ്റെ പരിമളവും ഉണ്ടായിരിക്കും. അതിന് ഇസ്രായേലിന് ഞാൻ തുഷാര ബിന്ദു പോലെയായിരിക്കും. ഇത്രയും പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുമ്പോഴും, ഓരോന്ന് ഓടി 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 പോകുമ്പോഴും, അടുത്ത പട്ടണങ്ങളിലേക്ക് ഇവരെ എതിർക്കാതെയും ഇവർക്കെതിരായി ഒന്നും പ്രവർത്തിക്കാതെയും കലഹിക്കാതെയും പ്രാവിനെ കണക്ക് നിഷ്കളങ്കതയോടുകൂടെ പോകുമ്പോൾ, നിങ്ങൾക്ക് മുകളിൽ ഞാൻ തുഷാര ബിന്ദു കണക്കെ സംരക്ഷണ പുതപ്പായി നിൽക്കുമെന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വചനം പറയുന്നത് അതാണ്, മനുഷ്യപുത്രൻ്റെ ആഗമനത്തിന് മുൻപ് നിങ്ങൾ ഇസ്രായേലിലെ പട്ടണങ്ങളെല്ലാം ഇങ്ങനെ ഓടി പൂർത്തിയാക്കുകയില്ല. രണ്ടാമത്തേത് പാമ്പിനെ കുറിച്ചുള്ളതാണ്, സർപ്പത്തെക്കുറിച്ചുള്ളതാണ്. സർപ്പം ഇങ്ങനെ വിവേകിയാകുന്നത് എവിടെയാണെന്നുള്ളത് ബോബീച്ചിൻ്റെ പുസ്തകത്തിൽ മനോഹരമായി അദ്ദേഹം വ്യാഖ്യാനിക്കുന്നത് കേട്ടായിരുന്നു. സർപ്പത്തിൻ്റെ വിവേകമെന്ന് പറയുന്നത് ഇതിൻ്റെ തലയ്ക്കടി കൊള്ളാതെ നോക്കും എന്നുള്ളതാണ്. എല്ലാവരും കൂടി ഇതിനെ തല്ലിക്കൊല്ലാൻ നോക്കുമ്പോഴും ഇതിൻ്റെ ആദ്യത്തേത് ഇതിൻ്റെ പത്തിക്കടി കൊള്ളാതെ ഏറ്റവും അടിയിലായിട്ട് ഇങ്ങനെ ചുരുട്ടിക്കൂട്ടാം. ഈ തലയ്ക്കടി കിട്ടാത്തിടത്തോളം കാലം സർപ്പം ഇങ്ങനെ തിരിച്ചു വരും ജീവിതത്തിലേക്ക്. പീഡനങ്ങളുടെ നിന്ന് പീഡനങ്ങളിലേക്ക് പോകുമ്പോഴും വിശ്വാസത്തിൻ്റെ പത്തിയിൽ അടികൊള്ളാതിരിക്കാനായിട്ടുള്ള ഓർമ്മയുമായിട്ടാണ് സുവിശേഷത്തിൽ മത്തായി ശ്ലീഹ നിൽക്കുക. പ്രാവിനെ പോലെ നിഷ്കളങ്കര്, സർപ്പത്തെ പോലെ വിവേകികൾ, എല്ലാം പറയുന്നത് ഒറ്റ കാര്യമാണ്, പീഡനങ്ങൾ നിങ്ങൾക്കുണ്ടാവും. കർത്താവിൻ്റെ പീഡനങ്ങളോട് ചേർന്ന് നിൽക്കാനായിട്ടുള്ള നിഷ്കളങ്കതയും ആ സമയത്തും വിശ്വാസം നഷ്ടപ്പെടാത്ത വിധത്തിലുള്ള വിവേകവും. ഒരു ചെറിയ പ്രശ്നം വരുമ്പോൾ പള്ളിയിൽ നിന്ന് അകന്നു പോവുകയും പ്രാർത്ഥന ഒഴിവാക്കുകയും ചെയ്യുന്ന മനുഷ്യരോടൊക്കെയുള്ള ഓർമ്മപ്പെടുത്തൽ പ്രാവിൻ്റെ തന്നെയാണ്. ചെറിയൊരു പ്രശ്നങ്ങളുടെ പേരിൽ ഇങ്ങനെ നാടിളക്കി മറിച്ച് വലിയ പ്രക്ഷോഭങ്ങളിലേക്ക് പോകുന്ന സഭയ്ക്കുള്ള താക്കീതാണ് പ്രാവ്. കർത്താവെ, അങ്ങ് ആഗ്രഹിക്കുന്ന കണക്ക് ജീവിതം ഇങ്ങനെ അങ്ങയുടെ ശാന്തതയിലേക്കും അങ്ങ് ആഗ്രഹിക്കുന്ന വലിയ നിഷ്കളങ്കതയിലേക്കും അങ്ങിൽ നിന്ന് അകന്നു പോകാതിരിക്കാനായിട്ടുള്ള വിവേകത്തിലേക്കും ഞങ്ങളെ കൊണ്ടുചെന്നെത്തിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി അവിടുത്തെ ആശീർവാദം പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.
പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇസ്രായേൽ, നിന്റെ ദൈവമായ കർത്താവിങ്കലേക്ക് തിരിച്ചു വരിക. കർത്താവിങ്കലേക്ക് തിരിച്ചു വരിക, അതാണ് ഒന്നാം വായനയിലെ ഓർമ്മപ്പെടുത്തൽ. നഷ്ടപ്പെട്ടു പോയ ആ വിശ്വാസത്തിലേക്ക് തിരിച്ചു വാ. കർത്താവ് ആഗ്രഹിക്കുന്ന ആ നിഷ്കളങ്കതയിലേക്ക് തിരിച്ചു വാ. കർത്താവെ, ഞങ്ങളെ തിരികെ വിളിക്കുമ്പോൾ തിരികെ മടങ്ങാനായിട്ടുള്ള വഴി കാണിച്ചു തരണമേ. ഞങ്ങളുടെ കരം പിടിച്ച് അങ്ങ് തന്നെ അങ്ങിലേക്ക് തിരികെ മടങ്ങാൻ പ്രാപ്തരാക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഉറക്കത്തിലേക്ക് പോകാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ